രണ്ടുപേർക്കും അകത്ത് പാവരിച്ചിട്ടുണ്ട്. അവിടെ കിടക്കാം. ഞങ്ങളിതാ പുറത്ത് കിടന്നോളാം. അയ്യോ അത് വേണ്ട. ഞാനും നീലൻ ചേട്ടനും കൂടെ പുറത്ത് കിടന്നോളാം. നിങ്ങൾ പെണ്ണുങ്ങൾ രണ്ടുപേരും അകത്ത് കിടന്നോ. ഈ അടുത്ത കാലത്ത് കല്യാണം കഴിഞ്ഞവരാണെന്ന് തോന്നുന്നു. രണ്ടുപേർക്കും അടുത്തിടപഴകാൻ കുറച്ച് മടിയൊക്കെ ഉണ്ട്. രണ്ടുപേരും അഴകാന ജോഡികള്. ഇന്ന് അവങ്ങളുടെ താമസം എവിടെയല്ലേ? എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറ്റിയെടുക്കാം. നാളേക്ക് ഇവര് ഊര് വിട്ടു പോകുമ്പോ സീതാദേവി ശ്രീരാമദേവന് പോകുന്ന പോലെ പോകും. സാർ കുളമ്പ് എപ്പടി ഇருக்கு? എന്താ കുളമ്പാ? സാറേ കറി എങ്ങനെ ഉണ്ടെന്നാ അവള് ചോദിച്ചതേ. ആ നന്നായിട്ടുണ്ട്. ரொம்ப ടേസ്റ്റ് ആയിருக்கு. നമ്മുടെ നാട്ടിലെ നാടൻ കപ്പയാ. ഇവിടെ ഇതിന് കാട്ടുകപ്പ പറയും. കപ്പയും മുരിങ്ങയിലയും കൊണ്ടുള്ള ഒരുതരം തോരനാ. അടുത്ത കാലത്ത് കല്യാണം കഴിഞ്ഞു വരുന്നവർക്ക് ഇതുപോലുള്ള കറികളൊക്കെ വെച്ചു കൊടുക്കുന്നത് ഇവിടെ സർവ്വസാധാരണമാ. അമ്മാവുക്കും എല്ലാം ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇഷ്ടായി. കടവുളെ അത് പോതും. ഞാൻ പറയായിരുന്നു രണ്ടുപേരെയും കാണാൻ ശ്രീരാമനെയും സീതാദേവിയും പോലെ ഇരിക്കുകയാണെന്ന്. ரொம்ப അഴക്. ഇവളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ചിരുതേ, ഇവർക്ക് രാവിലെ എഴുന്നേക്കേണ്ടതല്ലേ? വന്ന കാര്യം നടത്തണ്ടേ? അതാണ് മുഖ്യം. നീ ഇവർക്ക് പായിടാൻ നോക്ക്. ചെല്ല്. ഇതേ അവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. എന്നാലും എടുക്ക മുടിയാതെ. ഞാൻ എടുത്തു തരാം. അല്ലെങ്കിൽ നീ അതെല്ലാം പൊട്ടിച്ച് താഴെ ഇടും. എന്നാ വാങ്ങോ. ഇതേ ഞാനിപ്പോ വരാവേ. അവര് നമ്മളെ തെറ്റിദ്ധരിച്ചിരിക്കുക. മനഃപൂർവ്വം തിരുത്താഞ്ഞതാ. നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്നറിഞ്ഞ കാടിന്റെ നിയമം തെറ്റിക്കാൻ വന്നതാണെന്നും പറഞ്ഞ് ഈ കാണിക്കുന്ന സഹായമൊന്നും കിട്ടിയില്ലെങ്കിലോ? നമുക്കറിയാലോ നമ്മളെ. നമുക്ക് നാളെ നമ്മുടെ ചടങ്ങ് ഭംഗിയായി നടക്കണം. അതിന് ചില കാര്യങ്ങൾ കേട്ടില്ലെന്ന് വെച്ചാ പോരെ? രണ്ടുപേർക്കും അകത്ത് പാവരിച്ചിട്ടുണ്ട്. അവിടെ കിടക്കാം. ഞങ്ങളിതാ പുറത്ത് കിടന്നോളാം. അയ്യോ അത് വേണ്ട. ഞാനും നീലൻ ചേട്ടനും കൂടെ പുറത്ത് കിടന്നോളാം. നിങ്ങൾ പെണ്ണുങ്ങൾ രണ്ടുപേരും അകത്ത് കിടന്നോ. നല്ല ഇടിമിന്നലുണ്ട്. ചിലപ്പോ മഴ പെയ്യും. അതുപോലെ നല്ല മഞ്ഞുണ്ട്. സാറിന് അത് പിടിക്കില്ല. മഞ്ഞും വെയിലും ഒക്കെ ഇടയ്ക്ക് കൊള്ളണം നീലൻ ചേട്ടാ. ഇടയ്ക്കൊക്കെ അതൊരു രസമാ. ആ പിന്നെ മഴ പെയ്യാണെങ്കിൽ വരാന്ത കയറി കിടക്കാം നമുക്ക്. ആ നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി അകത്ത് കിടന്നോ. ഇതൊക്കെ എന്താ ഇങ്ങനെ? നീ ഒന്ന് ചോദിച്ചു നോക്ക്. അമ്മ ഇതെന്താ ഇങ്ങനെ? നിങ്ങൾക്ക് ഒരുമിച്ച് അകത്ത് കിടന്നാ പോരെ? പുറത്ത് നല്ല മഞ്ഞുണ്ട്. പിന്നെ മഴയും പെയ്യും. കുഞ്ഞിവങ്ങൾക്ക് ചൊല്ലിക്കൊട്. ശിവൻ പുറത്ത് കിടന്നോളും ചേച്ചി. ചിരുതേ ദാ വരുന്നു. നാളെ കർമ്മം കഴിഞ്ഞ ഉടനെ നമുക്ക് പുറപ്പെടാം. നിങ്ങൾ എങ്ങനെയാ കണ്ടുമുട്ടിയത്? ആരാ ആദ്യം ഇഷ്ടം പറഞ്ഞത്?
അപ്പോ ഇരുവീട്ടുകാരും തമ്മിൽ എതിർപ്പായിരുന്നോ? ഗംഭീര ഉടക്ക്. എന്റെ അച്ഛനും വിട്ടുകൊടുക്കില്ല, അവളുടെ അച്ഛനും വിട്ടുകൊടുക്കില്ല. ആ, ഇരുവരും പഴയകാല പാർട്ട്നേഴ്സും ഇപ്പോഴത്തെ ശത്രുക്കളും കൂടി ആയപ്പോ അവളെ വീട്ടിലങ്ങ് പൂട്ടിയിട്ടു. ആ, നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. എന്താ ആലോചിക്കുന്നത്? പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്പോ ഞങ്ങൾക്ക് അതിഥികളായി കിട്ടിയിരിക്കുന്നത് ചില്ലറക്കാരെ അല്ല, പ്രണയത്തിന്റെ പേരില് വലിയ വിപ്ലവം സൃഷ്ടിച്ചവരാ. അപ്പോ ശിവൻ സാർ ഈ കാണുന്ന ആളല്ല, വലിയ റൗഡിയായിരുന്നല്ലേ, രജനീകാന്തിനെ പോലെ. സാറ് വലിയ റൗഡിയായിരുന്നല്ലേ? വലിയ റൗഡിയായിരുന്നു. ഞാൻ ആരാധിച്ചതും ആ ചങ്കുറ്റത്തെയായിരുന്നു. ആരെയും കൂസാക്കാത്ത ആ തൻ്റെ ഇടത്തെയായിരുന്നു. റിയൽ ഫുൾ ഹീറോ. അതായിരുന്നു ആള്. കണ്ടപ്പോ തന്നെ മനസ്സിലായി നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ. സീതയെയും ശ്രീരാമനെയും പോലെ.